പുഷ്പ വണ്ണില് ഈ തഗ്ഗതലെ തന്നെ വെക്കാനായിട്ട് ഞാൻ കുറെ ശ്രമിച്ചതായിരുന്നു. ഞാൻ താഴത്തില്ലെന്ന് പറയാം, എന്നിട്ട് തഗ്ഗതലെ കൂടെ എടുത്തു വെച്ചേക്കാം. 6 ഭാഷ അവിടെ മിക്സിങ്, മറ്റേ പിന്നെ അപ്പം ചൂടുന്ന പോലെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോ ഇറങ്ങാൻ പറ്റും അറിയാത്തതുകൊണ്ട് സെറ്റിലൊക്കെ നമ്മൾ ചിലപ്പോ ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഡയറക്ട് ചെയ്യുന്ന സെറ്റില് അപ്പൊ ഈ മുമ്പിലേക്ക് ഇടവന്മാര് പതുക്കെ പരസ്പരം പറഞ്ഞിട്ട് മറ്റേ ശബ്ദം എന്നൊക്കെ പറയാൻ നമുക്ക് ഭ്രാന്ത് പിടിക്കും. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിലൊരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, ബീഡികളുടെ രാജ. ഹംസേ, ഒരു പോസ്റ്റ് ഓഫീസിന്റെ വലതുവശത്ത് ഒരമ്പലം, കുളം, ആൽമരം, തറ. എന്നെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് മാളച്ചേട്ടന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടുവച്ച പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ പുള്ളി ഇത് വെച്ചിരിക്കണം. അപ്പൊ ഹംസ പറയാ, ഇതിപ്പോ 3ാമത്തെ ഡയറിയാന്ന് സീൻ ചെയ്യിപ്പിച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മൊത്തം ബോഡി ലാംഗ്വേജിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിൽക്കൂ, എടൂ, തനിക്ക് പണം വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, പണം വേണ്ട. അതെന്താ? ഞാൻ പറഞ്ഞല്ല, ഞാൻ ഡബ് ചെയ്ത് ശരിയായില്ല. അത് സാരില്ല, കുഴപ്പമില്ല. നമ്മുടെ പുള്ളി പോക്കറ്റിൽ കൈയിടുക. ആ പോക്കറ്റിൽ കൈയിടുമ്പോൾ നമുക്കറിയാം ഇത് പ്രൊഡക്ഷന്റെ പൈസയല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ പൈസയാണ്. അതല്ലടോ, താൻ ഈ വർക്ക് കിട്ടിയപ്പോ സാമ്പത്തികത്തിന് പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് ഞാനിങ്ങനെ എന്റെ കണ്ണ് ലിറ്ററലി നടന്നു. ഇന്ന് വാങ്ങിക്കണം, നാളത്തേക്ക് കിട്ടില്ല. നമ്മുടെ അവിടെ കിട്ടാത്ത പ്രത്യേക ഷേപ്പിലുള്ള ഈ ഇറച്ചി നുറുക്കുന്ന കത്തികളും മറ്റേ വലിയ വാക്കത്തേക്കില്ലേ, അത് നമ്മുടെ അവിടെ കിട്ടില്ല. ഇവിടുത്തെ ഷേപ്പ് കാണണമെന്ന് എന്ത് രസമാണെന്നറിയോ? ഞാൻ 3 മേടിച്ചു. ചേട്ടാ പറയൂ ചേട്ടനിപ്പോ എവിടെയാ? ഞാൻ എയർപോർട്ടിലേക്ക് കേറുന്നു. ഓക്കെ, ചേട്ടൻ വാങ്ങിച്ച കത്തിയും വെട്ടുകത്തിക്ക് എവിടെയാ? എന്റെ ഹാൻഡ് ബാഗേജ് ഉണ്ട്. ആ പ്രദേശത്തുനിന്ന് മാറിയിട്ട് ആ ബാഗും സാധനവും ചേട്ടൻ വെട്ടുകത്തി കളയുന്ന ഒരു ആൾക്കാർ കാണരുത് ഞാൻ പറഞ്ഞു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഒരിടത്തൊരിടത്ത് ഒരു അമ്മയും മോനും ഉണ്ടായിരുന്നു. അപ്പം അമ്മ കിച്ചണിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ മോൻ ഇങ്ങനെ ഫോണില് ഒരാളുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുക. ആരെന്നറിയോ? ഡയറക്ടർ ജിസ് ജോയുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുക. അത് കണ്ടോണ്ടിരുന്നപ്പോൾ അമ്മ അകത്ത് നിന്ന് ഇത് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം. എന്നിട്ട് മോനെ വിളിച്ചിട്ട്, മോനെ അവന് മലയാളമൊക്കെ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നു, അവന് മലയാളമൊക്കെ അറിയോ എന്ന് ചോദിക്കണു. കഥയുടെ ഇത് അമ്മ വിചാരിക്കണു അല്ലു അർജുനാണ് സംസാരിക്കുന്നത്. അപ്പൊ ആള് കാണുന്നത് ജിസിന്റെ ഇന്റർവ്യൂ. അപ്പം അമ്മമാർക്ക് വരെയും അല്ലുവിന്റെ ശബ്ദം അതുപോലെ ഇതാണ്. പക്ഷെ അത് എന്താ പറയാ, ജിസിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാരും അല്ലുവിനെയാണ് കാണുന്നേന്ന് പരക്കെ അങ്ങനെ ഒരു ഇത് തന്നെയുണ്ട്. ഇത് കേൾക്കുമ്പോഴൊക്കെ ജിസിന്റെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ജിസിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ജിസിന് തന്നെയും എല്ലാരും ഈ ഒരു രീതിയിൽ കമ്പയർ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഫീലോ സന്തോഷമാണ്. ഇത് പിന്നെ നമുക്ക് സന്തോഷിക്കേണ്ട വിഷയം തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ അതൊരു അങ്ങനെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞല്ലോ, എല്ലാ ദിവസവും കേട്ട് അതുകൊണ്ടായിരിക്കും അതായിരിക്കും. അപ്പൊ അതല്ലാതെ ഈ സെറ്റിലൊക്കെ നമ്മൾ ചിലപ്പോ ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഡയറക്ട് ചെയ്യുന്ന സെറ്റില് അപ്പൊ ഈ മുമ്പിലേക്ക് ഇടവന്മാര് പതുക്കെ പരസ്പരം പറഞ്ഞിട്ട് മറ്റേ ശബ്ദം എന്നൊക്കെ പറയാൻ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മളിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരാൾ നിൽക്കുക, നമ്മള് അയാൾ കൃത്യമായിട്ട് കാര്യം ചെയ്യാത്തതുകൊണ്ട് ആസ് എ ഡയറക്ടർ നമ്മളെ ശാസിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ബാക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവര് പരസ്പരം നമ്മൾ റേസ് ചെയ്യുമ്പോ പരസ്പരം മറ്റേ പുള്ളി അപ്പൊ നമുക്കിത് ഇങ്ങനെ കാണാലോ. അന്നേരം അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴേ ഇപ്പൊ ഒരു വന്നില്ലേ, വേണ്ടിയിരുന്നില്ല ഒരിക്കലും എന്ത് നടന്നതിന് എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡേ ഉള്ളൂ, നന്ദി അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം നമ്മള് ആഗ്രഹിച്ചതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ രമ്യക്കൊക്കെ അറിയാലോ, നമ്മളൊക്കെ ഒരേ സമയം തുടങ്ങിയ ആൾക്കാരാണ്. നമ്മൾ അന്ന് എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ? രണ്ടുപേര് തിരിച്ചറിയുന്നതോ, രണ്ടുപേര് നമ്മളെ നോക്കി ചിരിക്കുന്നതോ അല്ല ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വിളിക്കുന്നതോ, ഒരു വിദേശ യാത്രയ്ക്ക് വിളിക്കുന്നതോ, ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്നതോ ഒക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അത് കിട്ടുമ്പോൾ നമുക്ക് അതിനോട് 100% ഗ്രേറ്റ്ഫുൾ ആവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ വേറെ ചിന്തയ്ക്ക് യാതൊരു വിധമുള്ള
ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട വിഷയമല്ല. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ജിസ് കാണുമ്പോൾ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണേ പോലും എത്രയായാലും മൂവിയാണ്, അതിന്റെ വിഷ്വൽ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡയറക്ടറിന്റെ കണ്ണുകളിലൂടെയും അത് കാണും. അങ്ങനെ അത് ഡബ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഇത് കാണുമ്പോൾ അതിന്റെ DOP ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, കാരണം ഇപ്പൊ തന്നെ നമ്മൾ അതിന്റെ ട്രെയിലറും ടീസറൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ബിഗ് സ്ക്രീനിലും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ സ്ക്രീനിൽ ഡബ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോഴേ ആ ഒരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കാണുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു? രസമാണ്. അത് നമുക്ക് ഈ പറയുന്ന എഫോർട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മാത്രമല്ല നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഫൈനൽ ജോലി കഴിഞ്ഞ ഫ്രെയിം അല്ല കാണുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രാഫിക്സ് കഴിയാത്ത വേർഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ റോപ്പ് കാണാം, എല്ലാം കാണാമല്ലോ, ടെക്നിക്കാലിറ്റീസ് നേരെ കാണാം. എങ്ങനെയാണ് ഈ ഷോട്ട് എടുത്തതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണാമല്ലോ. ഒരു ഫൈറ്റ് സീൻ കാണുമ്പോൾ ഈ കെട്ടിത്തൂക്കിയ റോപ്പുകൾ മുഴുവൻ എനിക്ക് കാണാമല്ലോ, കാരണം ഗ്രാഫിക്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? എപ്പോഴും അങ്ങനെയാ. ഗ്രാഫിക്സ് സിനിമ റിലീസിന്റെ ഒരു 3 ദിവസം മുമ്പ് കിട്ടിയെങ്കിലേ അത്രേ ഉള്ളൂ. അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇംഗ്ലീഷ് പടങ്ങൾ ഒഴികെ, വിദേശ പടങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പടങ്ങൾക്കും ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ ഔട്ട് എപ്പോഴും എല്ലാരും പറഞ്ഞു കേൾക്കുന്നത് അത് കുറച്ചും കൂടെ കഴിയാനുണ്ട്, തീരാനുണ്ട്. 3-4 ദിവസം മുമ്പേ കിട്ടുള്ളൂ. ഡബ് ചെയ്യുമ്പോ കംപ്ലീറ്റ് പുഷ്പ 1 എന്തായിരുന്നു, പുഷ്പ 1 ഡബിങ് കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയില്ലേ. ഞാൻ എന്റെ ദൈവം, ഇത് എങ്ങനെ ഇത്ര രസമായിട്ട് ഇവർ ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ട് കുളമാക്കിയല്ലോ എന്നുള്ള അവസ്ഥയായി. കാരണം ഫുൾ ക്രോം അടിച്ചു വെച്ചേക്കണം, പച്ച കളറിലെ തുണി അടിച്ചു വെച്ചേക്കണം. ക്ലൈമാക്സ് കേട്ടോ, നടുക്കൊരു കുഞ്ഞു മല സെറ്റിട്ട് വെച്ചേക്കണം. അതിനകത്തൊരു ഒരു മരം, ഒരു വല്ലാത്തൊരു മരം സെറ്റിട്ട് വെച്ചേക്കണം. അപ്പുറത്ത് കൊക്കയാണ് നമ്മൾ വിചാരിച്ചോണം, ഇവിടെ തീയിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന് മറ്റേ അല്ലു അർജുനും ഫഹദ് ഫാസിലുമായിട്ടുള്ള തർക്കം സീൻ, വഴക്ക്, ഒരു 8 മിനിറ്റുള്ള സീൻ, ഫുൾ ക്രോമ. ഇവിടെ എന്താ വരാൻ പോകുന്നത്, എന്താ ഒരു പിടി നമുക്ക് ഇടുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോയി ബൈക്ക് ഓടിച്ച്, തോള് ചെരിഞ്ഞ് ബൈക്ക് ഓടിച്ച് പോകുന്നു. പടം കഴിഞ്ഞു. അപ്പൊ ഞാൻ ദൈവമേ, ഇത് എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ ഗ്രാഫിക്സ് കഴിഞ്ഞപ്പോ അത് അവിടെ കൊക്ക വന്നു, ഒരു കൊക്കയെ വന്നു. അങ്ങനെ വന്ന് ഫഹദ് ഫാസിൽ വരുന്നു, തോക്കെടുക്കുന്നു, പട്ടി വരുന്നു, വെടിവെക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റത്തേക്ക് ആഡ് ചെയ്തു. ഒരു ഡയറക്ടറായ താങ്കൾക്ക് അവിടെ മനസ്സിലായില്ലേ ഞങ്ങളെ പോലത്തെ അല്ലെന്ന് ഞാൻ പറഞ്ഞ, അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ നല്ലതല്ല. ശരിക്കും ആ ഡയറക്ടർ എന്ന ഉദ്ദേശം നമുക്ക് അറിയില്ലല്ലോ, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. പിന്നെ ഫൈനൽ റിട്ടൺ സ്ക്രിപ്റ്റ് അല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അവർ തരുന്ന ഇംഗ്ലീഷ് ഡയലോഗ്സിന്റെ കോപ്പിയാണ്. ആ ഇംഗ്ലീഷ് ഡയലോഗ്സ് വായിച്ചിട്ടാണ് നമ്മളിവിടെ മലയാളത്തിൽ ഡബ് ചെയ്യുന്നത്. ഒരു ഡയലോഗാന്ന് വെച്ചോളൂ, ആ ഡയലോഗ് കറക്റ്റ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തെലുങ്കിൽ കേട്ടിട്ട് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളീകരിച്ചിട്ട് വേണം ഇവിടെ ഡബ് ചെയ്യാൻ. കാണുമ്പോ ഭയങ്കര സിമ്പിളാ. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് അല്ലുവിന്റെ തന്നെ ഏത് സിനിമയിലെ ഡബ് ചെയ്തപ്പോഴായിരിക്കും? അല്ലുവിന് വേണ്ടി ബദ്രീനാഥിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ ഡബ് ചെയ്യുന്നത് ഹൈദരാബാദ്, നാഗാർജുന്റെ സ്റ്റുഡിയോയിലാണ്. അപ്പോ ഇവിടെ നിന്ന് ഒരു ലോഡ് ആൾക്കാർ പോയിട്ടുണ്ട്. അതായത് ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അത്രയധികം ഡബിങ് ആർട്ടിസ്റ്റുണ്ട്. അപ്പൊ എനിക്കൊണ്ട് ബദ്രീനാഥാണ് ഞങ്ങൾ ഹൈദരാബാദ് ചെയ്യുന്ന ആദ്യത്തെ പടം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ദിവസം ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പനി പിടിച്ച് ഞാൻ ഹോട്ടൽ റൂമിൽ കിടപ്പാ. അപ്പൊ ഹോട്ടലിൽ ആ റൂമിലൊരു പയ്യൻ പാവം ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊണ്ടുതരും, ആവി പിടിക്കാനുള്ള സെറ്റപ്പ്, മരുന്ന് വാങ്ങിച്ചു തരും. ഡെയിലി പ്രൊഡ്യൂസർ വിളിച്ചിട്ട് എന്തായി. അപ്പൊ എനിക്ക് ടെൻഷനായി. ഈ പനി വന്നിട്ട് ശബ്ദം പോയിരിക്കുകയാണ്, ശബ്ദം ഇല്ല. അപ്പൊ ഇയാൾക്ക് ഡബ് ചെയ്യണമെങ്കിൽ ചില്ലറ എനർജി ഒന്നും അല്ല, നമുക്കറിയാലോ. ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്റെ ശബ്ദം ശരിയാവുന്നില്ല. ബാക്കി എല്ലാ ഡബ് ചെയ്ത് അങ്ങോട്ട് പോയവരൊക്കെ തിരിച്ചു പോയി. ഇനി 3 പേരും കൂടെ പോകാനുള്ളൂ. എനിക്ക് ഒരല്പം വോയിസ് കിട്ടിയെന്നുള്ളൂ. അങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്ത സിനിമയാണ് ബദ്രീനാഥ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോന്റെ പുറത്ത് അല്ലുവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അവിടെ പ്രകാശ് രാജും അല്ലും ഉണ്ട്. സ്റ്റുഡിയോന്റെ നേരെ പുറകിൽ, നമ്മുടെ ഉദയ സ്റ്റുഡിയോ പോലെയാണ്. രണ്ടും നടക്കും അവിടെ, ഡബിങ്ങും നടക്കും, അഭിനയവും നടക്കും. അപ്പൊ ഞാനവിടെ അല്ലു വരുമ്പോ ഞാൻ മാറിക്കൊടുക്കണം. സ്റ്റുഡിയോന്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്, ഒറ്റ സ്റ്റുഡിയോ ഉള്ളൂ ഡബിങ്ങിന്. ബാക്കി എല്ലാ സ്റ്റുഡിയോ, അതൊരു എന്താ പറയാ, ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ തെലുങ്ക് പടങ്ങൾ നടക്കുക. അപ്പൊ അല്ലു ബ്രേക്കിന് വരുമ്പോ ഞാൻ മാറിക്കൊടുക്കണം, പ്രകാശ് രാജ് വരുമ്പോ അല്ലു മാറിക്കൊടുക്കണം. ഇങ്ങനെയാണ്. അപ്പൊ എനിക്ക് വോയിസ്, അപ്പൊ എനിക്ക് ആ സമയത്താണ് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത്, വോയിസ് ഇല്ലാതിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു ചേട്ടൻ, അപ്പൊ അത് രസകരമായ കഥ. ഞാനിങ്ങനെ വോയിസ് ഇല്ലല്ലോ, അപ്പൊ ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ വിളിക്കുകയാണ്, ഇവിടെ നിന്ന് പോയ ഒരു ചേട്ടൻ, ഞാൻ പേര് പറയുന്നില്ല. വിളിച്ചിട്ട് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ഞാൻ കട്ട് ചെയ്ത് കോള് കട്ട് ചെയ്തു. ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ.
ഹൈദരാബാദ് ആ. കട്ട് ചെയ്തു. അപ്പൊ ഞാൻ എടുക്കാം സാർ എടുത്തരാം എടുത്ത് തുടങ്ങുമ്പോൾ വീണ്ടും കോള്. അപ്പൊ ഞാൻ ടോൺസ് ഓഫ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കോള് വന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹം എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ സാർ 1 സെക്കൻഡ് ഞാൻ ചേട്ടാ ഞാൻ ഡബിങ് എന്താ ജിസേ ഒരു മിനിറ്റ് ഡബിങ്ങിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോളൂ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, ഞാൻ ആ ഹോട്ടൽ, ആ ഹോട്ടലിന്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ല ചേട്ടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേട്ടൻ ഇപ്പൊ എവിടെ? ചേട്ടന്റെ ഫ്ലൈറ്റിന് സമയമായില്ലേ? 6 മണിക്ക് ഫ്ലൈറ്റ് അല്ലേ? ചേട്ടൻ ഇപ്പൊ ഇത് നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഇല്ല നാട്ടിൽ പോയിട്ടില്ല. ജിസിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാ? ഞാൻ പറഞ്ഞു എന്റെ ഫ്ലൈറ്റ് നാളെ രാവിലെയാണ്. ആണല്ലോ, എത്ര മണിക്കാ? ഞാൻ പറഞ്ഞു രാവിലെ 7 മണിക്ക്. അപ്പോൾ ഇന്ന് വാങ്ങിക്കണം, നാളത്തേക്ക് കിട്ടില്ല. ഞാൻ വെച്ചാൽ എന്താ സംഭവം ചേട്ടാ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഉണ്ടല്ലോ, ഉണ്ട്. ആ ഹോട്ടലിന്റെ പുറകിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് കേട്ടാ, ഉണ്ട്. അവിടെ എന്താണ് സംഭവം? അവിടെ ഞാൻ ചുമ്മാ നടക്കാൻ വേണ്ടി പോയപ്പോ നമുക്ക് കേരളത്തിൽ കിട്ടാത്ത ഒത്തിരി സംഗതികൾ അവിടെ കിട്ടി, അവിടെ ഉണ്ട്. ഞാൻ ചേട്ടാ ഞാൻ അല്ല ജിസേ ഇത് നഷ്ടപ്പെടുത്തരുത് ഈ അവസരം. ഞാൻ പറഞ്ഞില്ല ചേട്ടാ പറയട്ടാ എന്നാ. ജിസേ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഇറച്ചിയൊക്കെ വാങ്ങിച്ച് നുറുക്കുന്ന ഒരു ഫാമിലിയാ, മനസ്സിലായോ? നമ്മുടെ അവിടെ കിട്ടാത്ത പ്രത്യേക ഷേപ്പിലുള്ള ഈ ഇറച്ചി നുറുക്കുന്ന കത്തികളും മറ്റേ വലിയ വാക്കത്തിയൊക്കെ ഇല്ലേ, അത് നമ്മുടെ അവിടെ കിട്ടില്ല. ഇവിടുത്തെ ഷേപ്പ് കാണണമെന്നേ എന്ത് രസമാണെന്നറിയോ? ഞാൻ 3 എണ്ണം മേടിച്ചു. അപ്പൊ ജിസിന് വീട്ടിലേക്ക് ആവശ്യം അത് വേണമെങ്കിൽ ഇന്ന് ഡബിങ് കഴിയുമ്പോ തന്നെ പോയി മേടിക്കണം. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വൈരുദ്ധ്യതയാണ്. ഡബ് ചെയ്തോണ്ടിരിക്കുന്ന ആളെ വിളിച്ചിട്ട് വാക്കത്തിയും അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ ശരി, എനിക്ക് ആവശ്യമില്ല ചേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം ചേട്ടാ. ഓക്കെ ഞാൻ ഡബ് ചെയ്തോട്ടെ ചേട്ടാ. ഓക്കെ അല്ലേ ചേട്ടാ? ചേട്ടൻ ഇപ്പൊ എവിടെയാണ്? ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നു. ഓക്കെ ശരി കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ശരിയായിട്ട് ഇട്ടോ റെഡി എന്നിട്ട് ഞാൻ എവിടെയും മ്യൂട്ടായി. എവിടെയോ എന്റെ കിളി മാറിയിട്ടുണ്ട്. ഇട്ടോ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു, ശരിയാവുന്നില്ല. രണ്ടാമത്തെ ടേക്ക് ഇട്ടു. ഞാൻ സാർ 1 സെക്കൻഡ് എന്തോ ഒരു പാളലുണ്ട്. ഞാൻ ഈ ചേട്ടനെ തിരിച്ചു വിളിക്കാണ്. ഹലോ ചേട്ടാ പറയൂ ചേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ എയർപോർട്ടിലേക്ക് കയറുന്നു. ഓക്കെ ചേട്ടൻ വാങ്ങിച്ച കത്തിയും വെട്ടുകത്തേക്ക് എവിടെയാ? എന്റെ ഹാൻഡ് ബാഗേജ് ഉണ്ട്. കേരള കോള് കട്ടിയില്ലേ ചേട്ടാ കട്ടിയില്ലേ ഇല്ല ജിസ്മോൻ ഡബിങ് നടക്കട്ടെ, ഡബിങ് ഒക്കെ അവിടെ നടക്കട്ടെ. ചേട്ടാ കയറരുത്, സീരിയസ് ആയിട്ട് പറയാം. കേരള ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കേൾക്കാവോ? ചേട്ടൻ എത്രാമത്തെ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറും. ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെങ്ങനെയാ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ തന്നെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് ഫ്ലൈറ്റിൽ പോകുന്നത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ചേട്ടൻ്റെ വേറെ എന്തെങ്കിലും ലഗേജ് ഉണ്ടോ? ഒന്നുമില്ല, ഈ ഹാൻഡ് ലഗേജ്. ഞാനൊരു 3 ദിവസത്തെ വസ്ത്രം മാത്രമല്ലേ എടുത്തുള്ളൂ. ബാഗിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. 3 വെട്ടുകത്തി നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കുക, അതെങ്ങാനായിട്ട് പുള്ളി കയറിയിരുന്ന നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പുള്ളി അത് ലഗേജിൽ വിട്ടോ? ലഗേജോ കംപ്ലീറ്റ് വലിച്ചെറിഞ്ഞോളം പറഞ്ഞു. ഞാൻ അവിടുന്ന് ആ പ്രദേശത്ത് നിന്ന് മാറിയിട്ട് ആ ബാഗും സാധനവും ചേട്ടൻ വെട്ടുകത്തി കളയുന്ന പോലും ആൾക്കാർ കാണരുത് ഞാൻ പറഞ്ഞു. അതും കൊണ്ട് സ്ക്രീനിങ്ങിലേക്ക് പോകുന്ന സീനൊക്കെ ആലോചിച്ച് നോക്കി. പറഞ്ഞു മനസ്സിലാക്കണ്ടേ? തെലുങ്കന്മാരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇത് വെട്ടുകത്തി കാണിച്ചിട്ട്? മനസ്സിലായോ? സത്യം അതെ. ഞാൻ സെക്യൂരിറ്റി ചെക്ക് എന്റെ കയ്യിൽ ഒരു ബ്രെഡ് ജാം തേക്കണ ഒരു ഇതുണ്ടായിരുന്നു, അതുപോലും അവര് സമ്മതിക്കില്ല. എത്ര തവണ ചിക്കൻ ഇത് വാക്കത്തി അത് നമ്മുടെ അവിടെ കാണാത്ത ഷേപ്പ്. അപ്പൊ ആലോചിച്ചു സമ്മതിച്ചോ? പുള്ളിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ചേട്ടൻ ജയിലിൽ പോകേണ്ടി ഞാൻ പറഞ്ഞു. കൺവിൻസ്ഡ് ഞാൻ പറഞ്ഞു ചേട്ടാ തമാശകളിയല്ല, ചേട്ടൻ ഈ സാധനമായിട്ട് എയർപോർട്ടിന്റെ പുറത്തേക്ക് നടന്നു പോവാ, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഈ വെട്ടുകത്തി താഴ്ത്തിട്ടിട്ട് ചേട്ടൻ പോന്നു. ആരെങ്കിലും കണ്ടാ പോലും ചേട്ടൻ പണിയാവെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഒരു ബദ്രീനാഥ് ടിവിയിൽ വരുമ്പോ നമുക്ക് ഓരോ സിനിമയുടെ പുറകിലും ഇങ്ങനത്തെ കോമഡികൾ ഉണ്ടാവുമല്ലോ. ആലോചിച്ചു എന്ത് നിഷ്കളങ്കനായ മനുഷ്യനാണ് ആലോചിക്കുക അല്ലെ? എത്ര നിഷ്കളങ്കനായ ഒരാൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക? അത് നമ്മളെ വിളിച്ച് നീ വാങ്ങിച്ചു, നിന്റെ വീട്ടിൽ ആവശ്യം ഷേപ്പ് വല്ലാത്ത ഷേപ്പാണ് അത്. എന്റെ പൊന്നേ. ഓക്കെ ഇനി പുഷ്പയില് ഈ പുഷ്പ തന്നെ നമ്മൾ ഡബ് ചെയ്ത് കാണുമ്പോ ഈ പുഷ്പ 2-ല് ഇപ്പത്തെ അല്ലു വന്നിട്ടുള്ള അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും പിന്നെ ഇപ്പൊ ടീസറും ട്രെയിലർ ഇതെല്ലാം കാണുമ്പോ ഒക്കെ പുഷ്പ 2-ല് അല്ലുവിന്റെ ഒരു എന്താ പറയാ നമ്മളൊക്കെ പറയില്ലേ അങ്ങ് ഒരു എന്തൊരു വിളയാട്ടമാണെന്ന് പറയില്ലേ, ഒരു നല്ല പോസിറ്റീവ് സെൻസിൽ തന്നെ ഡബ് ചെയ്തപ്പോ അങ്ങനെ തോന്നിയോ? തോന്നി. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഇന്റർവെൽ എത്തിയപ്പോ. അത് വളരെ ഹോണസ്റ്റ്ലി വളരെ വളരെ സന്തോഷമായിട്ട് ചെയ്തതാണ്.
പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ള സംഗതി ഈ അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്യുമ്പോഴേ ഉം. ഞാൻ ഒന്നത്തെ കാര്യം 3 മണിക്കൂർ കൂടുതൽ ഡബ് ചെയ്യാറില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. Okay. അല്ലുവിന് വേണ്ടി ചെയ്യുമ്പോൾ ആ. ഒരു 3 hours ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ എനർജി തീരും. ആ മനുഷ്യന് അത്ര എനർജി അത്ര എനർജി ഉണ്ട്, energy. എനർജി ഉണ്ട്. അപ്പൊ റീടേക്സ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് പറ്റില്ല. ഒരു ഓറിയന്റേഷൻ ഉണ്ട്, പ്രശ്നമുണ്ടല്ലോ. ഈ ഡയലോഗ് ഓർത്തിരിക്കണം, ലിപ് സിങ്ക് ആവണം. നമുക്ക് വൺസ് നമ്മൾ ബോധർ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് 3 hours ചെയ്യില്ല. ഇങ്ങനെ 12 ദിവസം കൊണ്ടാണ് ഈ പടം തീർത്തത്. 12 ദിവസം 3 മണിക്കൂർ വെച്ചിട്ടാണ്. അലുവിനെ ഡബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. ആക്ച്വലി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. അത് ഈ ഒരു കാലത്ത് ദിലീപേട്ടൻ, ഞാൻ ഡബ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ഡബ് ചെയ്യാറുള്ളത്. ദിലീപേട്ടന് വേണ്ടി ഞാൻ ആദ്യം ട്രാക്ക് ഡബ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ദിലീപേട്ടൻ മാറ്റി ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. അത് പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ അത് തുടങ്ങുന്നത്. പിന്നെ പാസഞ്ചർ വാസ് ദ ഫസ്റ്റ് മൂവി. ഈ പരിപാടി തുടങ്ങുന്ന പടം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ട ദിലീപേട്ടന്റെ എന്താ പറയാ, മൈ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊക്കെ പടങ്ങളാണോ ചെയ്ത, എന്താ പറയാ, ജോസുകുട്ടി ആയിക്കോട്ടെ, 2 countries ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ഡബ് ചെയ്തതിന് ശേഷമാണ് ദിലീപേട്ടൻ വന്ന് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നമ്മൾ അപ്പൊ എന്നോട് പറയാം, നിനക്ക് എന്തെങ്കിലും തമാശയൊക്കെ തോന്നി പറഞ്ഞിട്ടേക്കാൻ പറയും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും കറക്റ്റ് വൈബ് റാപ്പ് ഒക്കെ വൈബ് ആണ്, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് അതിൽ ഇതുപോലെയുണ്ട്. ദിലീപേട്ടന് വേണ്ടി ഡബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയും ഒരു മനസ്സിന്റെ സന്തോഷമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഈ മൈബോസ് ഒക്കെ ഞാൻ തലകുത്തിന്ന് ചിരിച്ചിട്ടുണ്ട്. 2 countries. എന്റെ ദൈവമേ, എന്തോരം തമാശകൾ പറഞ്ഞിട്ടുണ്ട്, എന്തോരം ചിരിച്ചിട്ടുണ്ടെന്ന് അറിയോ. പിന്നെ ഡോഗുമായിട്ടുള്ള പടം, റിംഗ് മാസ്റ്റർ. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ദിലീപേട്ടനോട് ഡബ് ചെയ്യാനായിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട് ദിലീപേട്ടൻ അഭിനയിച്ചതിനകത്ത് ജിസിന്റേതായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്ത്? പോലെ ഒരു പടമൊന്നുമല്ല, ഒരുപാട് പടങ്ങളുണ്ട്. ദിലീപേട്ടൻ ഈ ഓഫ് സ്ക്രീനിൽ പറയുന്ന ആളാണല്ലോ. ലിപ്പ് അല്ലാതെ ഓഫ് സ്ക്രീനിൽ എനിക്ക് ആ ലിബർട്ടി പുള്ളി തന്നിട്ടുണ്ട്. നിനക്ക് ഓഫ് സ്ക്രീനിൽ എന്ത് പറയാൻ തോന്നിയോ അത് പറഞ്ഞോളാം പറയും. 2 countries ഇഷ്ടം പോലെ ഇട്ടുണ്ട്, ഇഷ്ടം പോലെ മമതയായിട്ടുള്ള സീൻസിലൊക്കെ ഒരുപാടുണ്ട്. അത് നമുക്ക് പിന്നീട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ സന്തോഷമൊക്കെയാണ്. അത് ചില സാധനങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഈ ഇപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമ, സോൾട്ട് ആൻഡ് പെപ്പറിൽ ശ്വേത ഡബിങ്ങിന് വേണ്ടി സ്റ്റുഡിയോന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. അപ്പൊ താജുദ്ദീൻ വടകര അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ താജുദ്ദീൻ വടകരയ്ക്ക് ഞാനാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ സീനേ ഉള്ളൂ. ആ പുള്ളി ഇങ്ങനെ ഡബിങ് കഴിഞ്ഞ് ഇറങ്ങി, പുള്ളി സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ ഡബിങ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ശ്വേതാ മേനോൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ശ്വേതാ മേനോൻ ഇങ്ങനെ നടന്നു വരുവാണെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പൊ ആഷിഖ് കപ്പും ശ്യാം പുഷ്കറിനും ഒക്കെ ഉണ്ട്. അപ്പൊ ലാൽ മീഡിയയിലെ ഡബ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞടാ, ഞാൻ ചുമ്മാ അവിടെ ആ കുട്ടിയുടെ നമ്പർ ഒന്ന് മേടിച്ചേക്ക. പുള്ളി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി നടന്നു വരുന്നു ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ആ നോക്കുന്ന നമ്പർ ഒന്ന് മേടിച്ചേക്ക. പക്ഷെ തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്പായിരുന്നു. അപ്പൊ ഡബിങ്ങിൽ അങ്ങനെ ചെയ്യുന്ന ചില സംഗതികളൊക്കെ തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവും. ഇത്തരത്തിലുള്ള വലിയ മാസ് മൂവീസും ഇങ്ങനത്തെ കാണുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും പലതും ഗെയിൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവും അല്ലേ? മേക്കിംഗ് സ്റ്റൈലും അവരുടെ കുറെ ഗിമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ സിനിമ പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല, ആരുടെയും സിനിമ സ്കൂളിലും പോയിട്ടില്ല. അപ്പൊ എന്റെ പഠന കളരി എന്ന് പറഞ്ഞാൽ ഡബിങ് തിയേറ്റേഴ്സ് ആണ്. ഡബിങ്ങിന്റെ സമയത്താണ് കണ്ട് പഠിച്ചിട്ടുള്ളത്. ഷോട്ട് എന്താണെന്നും, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ലോസ് ഷോട്ട് വെച്ചതെന്നും, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഷോട്ട് വെച്ചതെന്നും ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളൂ. പിന്നെ ഇമാതിരി ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ദിവസം നമ്മളും ആ സംവിധായകനും മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പൊ ലോഹിദാസ് സാറിന്റെ ചക്രമുത്തിൽ എന്നെ ഡബിങ്ങിന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചക്രത്തിൽ ഡബിങ്ങിന് വിളിക്കുമ്പോൾ ഞാനും ലോഹിദാസ് സാറും അസിസ്റ്റൻസ് അസോസിയേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡബിങ് തീരുന്നവരെ നമ്മൾ ഒരുമിച്ച ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ഓരോ ഷോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള ഇപ്പൊ ഫാസിൽ സാറ്, ഇപ്പൊ വിസ്മയ തുമ്പത്ത് എന്ന് പറഞ്ഞ പടം, അല്ല മെയിൻ വില്ലന്റെ വോയിസ് എന്റെയാണ്. അപ്പൊ ആ 2 ദിവസം കംപ്ലീറ്റ് ഫാസിൽ സാറിന്റെ കൂടെയാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഡബിങ് തിയേറ്റർ കംപ്ലീറ്റ്. ഹരിഹരൻ സാറിന്റെ കൂടെ, ജയരാജ് സാറിന്റെ കൂടെ, കമൽ സാറിന്റെ കൂടെ ഒത്തിരി പടങ്ങൾ, സിബി മലയിൽ സാറിന്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ പറയാം 19ാമത്തെ വയസ്സിലാണ് ഞാൻ ഡബിങ്ങിന് വരുന്നത്. അപ്പോ സീരിയൽസിലാണ് വരുന്നത്. അപ്പം നെടുമുടി വേണുചേട്ടൻ ഉണ്ടാവും, നരേന്ദ്രപ്രസാദ് സാർ ഉണ്ടാവും. അപ്പം ഇതുപോലത്തെ ഒരു ഹാളിൽ നമ്മളെല്ലാവരും സ്റ്റുഡിയോ ഫ്രീ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക.
ഓക്കേ. ഇന്ന് ഷൂട്ട് ചെയ്ത് വന്ന എപ്പിസോഡ് ഇന്ന് ഡബ് ചെയ്യണം. സീരിയൽ സീരിയൽ അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ. അതെ. അപ്പൊ അപ്പൊ ഈ ലെജൻഡറി ആൾക്ക് മാളാരവിന്ദൻ ചേട്ടൻ ഉണ്ടാവും, എൻ എഫ് ഫറീസ് ഉണ്ടാവും, ആ. ടോണി ഉണ്ടാവും, സുധീഷ് ഉണ്ടാവും, അങ്ങനെ അങ്ങനെ സുകുമാരി അമ്മയുണ്ട്. അത് ഇവരുടെ കൂട്ടത്തിൽ നമ്മളും ഇരിപ്പുണ്ട്. ഇവർ പറഞ്ഞ കഥകളൊക്കെ കേൾക്കാം. ഓക്കേ. അപ്പൊ ഒരു 15 ദിവസം കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് മാറും. ഓ. മനസ്സിലായോ? ഉം. അപ്പോൾ നസ്രാണി എന്നൊരു പടത്തിൽ, ഞാൻ ഇപ്പോഴും പറയുന്നത്, നസ്രാണി എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഒരു വേഷം. അപ്പോൾ അഭിനയിക്കുമ്പോൾ ഈ ഒത്തിരി ക്രൗഡുള്ള സിനിമ, ആ സിനിമ കണ്ടാ അറിയാം. ജോർജ് സാറിന്റെ പടം. മമ്മൂക്ക, ക്യാപ്റ്റൻ രാജു, ജഗദീഷ് ശ്രീകുമാർ, ദേവൻ എന്ന് വേണ്ട അവരുടെ ഒരു ടിപ്പിക്കൽ ഗ്യാങ് ഉണ്ടല്ലോ. ആ ഗ്യാങ് ഉണ്ട്. അപ്പുറത്ത് ഒരു 500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാ ദിവസവും ഉണ്ട്. ഷൂട്ട് ചെയ്യുന്ന ഇവിടെ സരോവരത്തിലാണ്, നമ്മുടെ ഹൈവേയിലുള്ള സരോവരത്തിൽ. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റും അല്ല, ഞാൻ ആർട്ടിസ്റ്റും അല്ല. 14 വർഷം മുമ്പത്തെ കാര്യം. രണ്ടിലും പോയി ഇരിക്കാൻ പറ്റില്ല. അവരുടെ കൂട്ടത്തിൽ പോയിരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം അവരെനിക്ക് ആരും പറ്റില്ല. ഈ ടീമിന്റെ കൂടെ ഇരുന്നാൽ ഇവരെന്നെ ഓടിക്കുകയും ചെയ്യും. എന്റെ ഒരു അവസ്ഥ ഭീകരമാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഹാളിന്റെ ഒരു അറ്റത്ത് മാറി കസേരയിട്ടിരിക്കുകയാണ്. ഒരു ക്യാപ്റ്റൻ രാജ് സാർ ഇങ്ങനെ നോക്കി, എന്തോടാ മാറിയിരിക്കുന്നത്, ഇവിടെ വാ. അപ്പൊ ഞാൻ എണീറ്റ് വന്നു. അപ്പൊ ഈ പരിചയമാണ്, ഈ ഡബിങ് തിയേറ്ററിൽ കണ്ടിട്ടുള്ള പരിചയമാണ്. നീ എന്തായാലും ഡബ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു അതെ അതെ അതെ. നീ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? സിനിമയുടെ പ്രത്യേകത ഏറ്റവും കൂടിയ സ്ഥലത്തിരിക്കണം, അല്ലെ എന്നും ആ സ്ഥലത്ത് പോയിരിക്കേണ്ടി വരും. കസേരയിട്ട് ഇവിടെ ഇരിക്കുക. മമ്മൂക്കയും ജഗദീഷ് ശ്രീകുമാറും ഒക്കെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്നത്, എടാ ഇരിക്കി, വേറെ ആരെങ്കിലും പറയണോ ഇനിന്ന്. കസേരയിട്ട് അവരുടെ കൂട്ടത്തില് ഇരുന്നു. അപ്പോ അങ്ങനത്തെയൊക്കെ ഈ ചില നല്ല മനുഷ്യന്മാരെയൊക്കെ ശരിക്കും നമുക്ക് ജീവിതത്തിൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെയുള്ള സൗഹൃദം ഞാൻ ഇപ്പോഴും വല്ലാതെ ഓർക്കുകയും വല്ല നിധി പോലെ സൂക്ഷിക്കുകയും ചെയ്യുന്ന. മാളച്ചേട്ടൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സമയം പോണത് അറിയത്തേയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും മാളച്ചേട്ടൻ. ഒരു ദിവസം മാളച്ചേട്ടൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ പുറത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയി മുഖം കഴുകിയിട്ട് ഞാനിങ്ങനെ കയറാൻ പോകുമ്പോൾ മാളച്ചേട്ടൻ ഇരിക്കുന്നു. നീ എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡബ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏത് പടം? ഛത്രപതി. ഛത്രപതി പ്രഭാസിന് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പോ ഛത്രപതിയോ? ഞാനൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഡബ് ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ഫ്രീ ആണെങ്കിൽ ഇരിക്കുക. ചേട്ടാ ഞാൻ ഫ്രീ അല്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല ഞാനൊരു കാപ്പി പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കണവരെ നീ ഇവിടെ ഇരിക്കുക. ഞാനും മാളച്ചേട്ടനും കൂടെ ഇരിക്കുവാണ്. മാളച്ചേട്ടന്റെ മാളച്ചേട്ടന്റെ മുഖത്തേക്ക് നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മൾ ചിരിക്കും. അങ്ങനത്തെ ഒരു ഫിഗറാ മാളച്ചേട്ടന്റെ. മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് വെക്കും, പിരിവൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും. സംസാര രീതി സെയിം ആണ്. വളരെ ഗൗരവമുള്ള കാര്യം പറഞ്ഞ പോലെ പുള്ളി പറയുള്ളൂ. മുട്ടൻ തമാശ. അപ്പൊ മാളച്ചേട്ടൻ പറഞ്ഞു, നീ ഇന്നാളെ എന്നെ പരസ്യത്തിന് വിളിച്ചിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പരസ്യം പിന്നെ നടന്നില്ല ഏട്ടാ, അതുകൊണ്ടാ വിളിക്കായിരുന്നത്. അത് കുഴപ്പമില്ല, നീ ഒത്തിരി പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവൂല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്റെ കയ്യിൽ പരസ്യത്തിന് പറ്റിയൊരു കഥയുണ്ട്, നീ വേണേ കേട്ടു നോക്ക്, നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, കേക്കാം. സമ്പൂർണ്ണ നിശബ്ദത. എന്താ സമ്പൂർണ്ണ നിശബ്ദത? അത് നമ്മളോട് മിണ്ടായിരിക്കാനോ ഒന്നും പറയരുത്. സമ്പൂർണ്ണ നിശബ്ദത. പറയട്ടെ? പറഞ്ഞു, മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിലൊരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, ബീഡികളുടെ രാജ. ഞാൻ ഇതുപോലൊരു ചിരി തുടങ്ങി. ഒന്ന് ഇതിന്റെ ഒരിക്കലും മാളച്ചേട്ടൻ ഒരിക്കലും അല്ല. മാളച്ചേട്ടന്റെ കഥകളൊക്കെ പറഞ്ഞ ചിരിച്ചും മരിക്കും മനുഷ്യന്മാര്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിൽ ഒരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, ബീഡികളുടെ രാജ. പുള്ളി കണ്ടുപിടിച്ചിരിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു. ഇത് എന്നോട് എടുത്തോളാൻ, നിനക്ക് വേണമെങ്കിൽ എടുത്തോ, നീ കാശുണ്ടാക്കിയോ, എനിക്കൊന്നും തരണ്ട. ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. മാളച്ചേട്ടന്റെ കൂടെ മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരാളെ കൂടെ വെച്ചിട്ടുണ്ട്. ഹംസ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രൈവർ കം മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു ആൽമരം കാണാന്ന് വെച്ചു. ഒരു ആൽമരം, അതിന്റെ പുറകിൽ അമ്പലം, ഇവിടെ കുളം, ഒരു ആൽത്തറ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. ഹംസേ ഹംസ അപ്പത്തിന് ആ ഒറ്റ വിളിക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ. ഹംസ ഒരു ഡയറി എടുക്കും. ആ ഡയറിയിൽ പുള്ളി എഴുതിക്കോ, ഇത്
തൃക്കാക്കരയിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് തിരിയുമ്പോൾ 116 പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു പോസ്റ്റ് ഓഫീസിന്റെ വലതുവശത്ത് ഒരു അമ്പലം, കുളം, ആൽമരം, തറ എഴുതിക്കോടാ. എന്തിനാന്നറിയോ, എന്തെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് മാളച്ചേട്ടന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടുവച്ച പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ പുള്ളി എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഹംസ പറയാ, ഇതിപ്പോ 3ാമത്തെ ഡയറിയാന്ന്. 3 ഡയറി കഴിഞ്ഞു, ഇതുവരെ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. കേരളത്തിൽ ഏത് കൂടെ പോയാലും എഴുതി വെക്കും പുള്ളി. മനസ്സിലായോ? എന്താ മനസ്സിലായോ? മാളച്ചേട്ടനൊക്കെ പറയാം, ഒരു പടം പാലക്കാട് നടക്കുമ്പോ ഇതുപോലെ മാളച്ചേട്ടന്റെ കഥകള് മനോജ് കെ ജയനും നമ്മുടെ ദിനേശും ഒക്കെ കൂടെ പറഞ്ഞ് ഇതുപോലത്തെ കഥകൾ പറയാണ് മാളച്ചേട്ടനെ കുറിച്ച്. ചിരിച്ച് എല്ലാവരും ചിരി തുടങ്ങി. സിനിമയുടെ പേര് കിസാൻ എന്നാണ്. അത് പിന്നീട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്നാണ് അങ്ങനെ ആക്കിയതിന്റെ പേര്. തിരിച്ചാണോന്ന് സംശയമുണ്ട്. കിസാൻ എന്ന് മണ്ട റിലീസ് ആയെന്ന് എനിക്കറിയില്ല. ആ സിനിമയിൽ മാളച്ചേട്ടൻ ഇല്ല. പക്ഷെ ഇങ്ങനെ ഈ മാളച്ചേട്ടന്റെ കഥകൾ പറഞ്ഞേ സിബി മലയിൽ സാറ് വന്നിട്ട് ചിരി തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മാളയ്ക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതിയിട്ട് നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. 20 ദിവസം മാളച്ചേട്ടൻ അവിടെ നിർത്തി വന്നിട്ട്. ഒന്ന് ആലോചിച്ചു, ഇതല്ല ഒരു ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, നമ്മളിപ്പോ ഇവിടെ പലപ്പോഴും പല സെറ്റിലും കാണുന്ന ഇവൻ എങ്ങനെ ഒന്ന് പോയി തരാൻ എന്തൊരു തൊല്ലയാണ്. അതിന്റെ കോൺട്രാസ്റ്റ് ആണ്. ഒരാളുടെ നമ്മള് തമാശയായിട്ടാ ഞാൻ പറഞ്ഞെങ്കിലും എടുക്കേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കാം. കാരണം ഞാൻ പറയുന്ന ഒരാളുടെ ക്വാളിറ്റിയാണ്. നമ്മൾ ഇല്ലാത്തൊരു സദസ്സിൽ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു ക്യാരക്ടർ ഒരു സിനിമയിൽ എഴുതി ഉണ്ടാക്കിയിട്ട് 20 ദിവസം മാളച്ചേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ. അതെ, ശരിക്കും ഇത്രയും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ. അപ്പം ജിസിന്റെ തുടക്കം തന്നെ ഇതുപോലത്തെ കുറേ ആൾക്കാരുടെ ചെറിയ പ്രായത്തിൽ വന്നതിന്റെ ഒരു മെച്ചം എനിക്ക് തോന്നിയിട്ടില്ല. അതെ, കുറെ അങ്ങനെ പഠിക്കാൻ പറ്റി അല്ലേ? ആൾക്കാരിൽ നിന്നുമാണ് പലതും മനസ്സിലാക്കി. സിനിമയിലും അത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഒരു ദിവസം ഞാൻ പറയാം, ഇപ്പൊ എന്റെ സിനിമകളിൽ പൊതുവെ ഫീൽ ഗുഡ് ആണ്, നന്മ എന്നൊക്കെ പറയാം. ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ സിനിമയിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്മയുള്ള ആളുകളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനതിനെ മാർക്ക് ചെയ്യുന്നു മാത്രം. ആ കണ്ട കാര്യങ്ങളെ ഞാൻ മാർക്ക് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യാണ് സിനിമയിലൂടെ. ഇപ്പോ റിയാൻ സ്റ്റുഡിയോയിൽ ഒരു പടത്തിൽ ഞാൻ ജിഷ്ണുവിന് ഡബ് ചെയ്തിരിക്കുകയാണ്. ഓർഡിനറി എന്നാണ് പടം. ജിഷ്ണുവിന് എന്റെ ശബ്ദമാണ്. നേരറിയാൻ CBIയുടെ ഏതോ ഒരു വേർഷനിൽ, 3ാമത്തെ വേർഷനിൽ മറ്റോ ജിഷ്ണു ഉണ്ട്. അപ്പോൾ ജിഷ്ണുവിന് വേണ്ടി തൊട്ട് മുമ്പത്തെ പടത്തിൽ ഡബ് ചെയ്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ്. എന്നെ ഡബിങ്ങിന് വേണ്ടി വിളിക്കുന്നു. K മധു സാറാണ് ഡയറക്ടർ. റിയാൻ സ്റ്റുഡിയോയിൽ വരുന്നു. ഞാൻ സ്റ്റുഡിയോന്റെ അകത്തേക്ക് കയറുന്നു. ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിയാവുന്നില്ല. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പൊ എനിക്ക് അവരുദ്ദേശിക്കുന്ന ഒരു ത്രസ്റ്റിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ബേസ് കിട്ടുന്നില്ല. 1 ഡേക്കായി 2 ഡേക്കായി 4 ഡേക്കായി ഒരു സീൻ ചെയ്യിപ്പിച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മൊത്തം ബോഡി ലാംഗ്വേജിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ മൈക്ക് ഞെക്കിയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്, എനിക്ക് 2 ദിവസം തരാമെങ്കിൽ ഞാൻ മാറ്റി ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇങ്ങോട്ട് വരൂ ഞങ്ങളത് പറയായിരുന്നു. നേരെ ഇപ്പുറത്ത് വന്നു. എഞ്ചിനീയർ സാറ്, മധു സാറ്, മറ്റുള്ള എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ വന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ മധു സാർ പറഞ്ഞു, താൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ജിഷ്ണു? ഓക്കെ. എടുത്തുകൊണ്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു നെയ്സൽ ഫീൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ കുഴപ്പമില്ല സാർ, എനിക്ക് മനസ്സിലാവും. വേറെ ആരെയാണോ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട്, സാർ ഇന്ന ആൾ ചെയ്താൽ നല്ലതായിരിക്കും, അയാളുടെ നമ്പർ ഉണ്ടോ ഒന്ന് കൊടുക്കൂ, പ്രൊഡക്ഷൻ കൺട്രോളിൽ കൊടുക്കൂ, അയാൾ വരാൻ പറയൂ. ഞാൻ നമ്പർ കൊടുത്തു. വേറെ ആളുടെ നമ്പർ കൊടുത്തു. ഞാൻ നിൽക്കുന്നു. ഞാൻ വാതിലിൽ അവിടെ എത്തിയപ്പോൾ മധു സാറിന്റെ ഒരു മാനറസ് ഒക്കെ അറിയില്ല. തോളത്തൊരു ടവലൊക്കെ ഉണ്ടോ, വലിയൊരു ടവലൊക്കെ ഇട്ട് നടക്കണം. ടവലിട്ട് വേറെ തുടച്ച് വിളിക്കാൻ പറഞ്ഞു. നിൽക്കൂ, എടോ തനിക്ക് പണം വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, പണം വേണ്ട. അതെന്താ? ഞാൻ പറഞ്ഞല്ല, ഞാൻ ഡബ് ചെയ്ത് ശരിയായില്ലല്ലോ. അത് സാറില്ല, കുഴപ്പമില്ല. എന്നിട്ട് പുള്ളി പോക്കറ്റിൽ കൈയിടാം. ആ പോക്കറ്റ് കൈയിടുമ്പോൾ നമുക്കറിയാം ഇത് പ്രൊഡക്ഷന്റെ പൈസയല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ പൈസയാണ്. പോക്കറ്റ് കൈയിടും. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഞാൻ പ്ലീസ് സാർ, ഒരു കുഴപ്പമില്ല സാർ, ഐ ഓക്കെ. ഞാൻ ഒരു സീൻ പോലും ചെയ്തിട്ടില്ല, മാത്രമല്ല ചെയ്യാൻ പണം വാങ്ങിക്കാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അതല്ലടോ, താൻ ഈ വർക്ക് കിട്ടിയപ്പോ സാമ്പത്തികത്തിന് പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് ഞാനിങ്ങനെ എന്റെ കണ്ണ് ലിറ്ററലി നിറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, സാർ ഇനി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സാറേ ചോദിച്ചില്ലേ, ആ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണമൊന്നും, ആ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ പണമൊന്നും സാറിന് എനിക്ക് തരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. അതിന് എനിക്ക് വേറെ ജോലിയുണ്ട് സാറേ, ഞാനൊരു ചെറിയൊരു ആഡ് ഫിലിം കമ്പനിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഡബിങ് മാത്രമല്ല. ഉറപ്പല്ലേ? അതെ സാർ. എന്നാ ശരി ഇടും വീട്ടു. എന്തൊരു ജസ്റ്റർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രമ്യ, നമ്മളെവിടെയും പഠിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ പടത്തില്
ഒരു സ്കൂളിൽ ഷൂട്ട് ചെയ്യണം, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ആവശ്യമുണ്ട്. അപ്പൊ എനിക്ക് ആ വിഷ്വലിൽ വെക്കാൻ പറ്റാത്ത പ്രൊഫൈലിൽ വന്നിരിക്കുന്ന 2-3 പേരുണ്ട്. അവരെ ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്കറിയാം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ അവരെനിക്ക് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. പക്ഷെ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് വേണം പറഞ്ഞുവിടാൻ. ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് വേണം പറഞ്ഞുവിടാൻ. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് എന്റെ മിസ്റ്റേക്കാണ്. ഞാൻ ബ്രീഫ് ചെയ്യാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് അവർ കയറി വന്നിരിക്കുന്നത്. അപ്പൊ അവര് വരുന്നത് അവരതിന്റെ പുറകിൽ ഇപ്പൊ ഒരു ദിവസത്തെ കൂലി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരോട് വർക്ക് ചെയ്തപ്പോ അവരുടെ ഒരു പഴയ ജനറേഷന്റെ ഒരു ക്വാളിറ്റി ഭയങ്കരമാണ് ഇത്തരം കാര്യങ്ങളിലത്. ആ ഒരു നമ്മളെ കൺസിഡർ ചെയ്യാന്ന് പറയും. ഇപ്പൊ മധുസാറിനൊന്നും അത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ഡബിങ് അയാൾ ഓക്കെ ഇറങ്ങിപ്പോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. നമ്മൾ അപ്പത്തിന് ഇറങ്ങിപ്പോ. അല്ല, അതൊക്കെ നമ്മള് ഒരാളിൽ ഒരു നന്മ കണ്ടിട്ട് അത് ജിസ്സും മനസ്സിലാക്കി പിന്നീട് ജിസ്സും അത് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് അത് വലിയൊരു നല്ലൊരു മഹത്വമായി മാറുന്നത്. അത് ശരിക്കും ഒരു ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തില് അല്ലേ? ഇപ്പൊ ജിസിന്റെ കൂടെ ഇപ്പം ചുറ്റിപ്പറ്റി ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ ഫുൾ സിനിമ തന്നെയാണല്ലോ എപ്പോഴും എല്ലാവരും ചുറ്റിനും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ പുഷ്പ 2ന്റെ ഇത് ഡബ് ചെയ്തു, ഇത് റിലീസാണ്, അല്ലെങ്കിൽ അതിൽ ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ കൂടെയുള്ള സിനിമക്കാരും ഒക്കെ കൂടുതലും അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, സ്വാഭാവികം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും ഇതൊക്കെ അവരും കൂടുതലും ചോദിക്കാറുണ്ടാവില്ലേ, വിശേഷങ്ങളൊക്കെ അറിയാൻ? ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ആ വീഡിയോ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ഇട്ടപ്പോ ഇന്റർവ്യൂ വരെ ചെയ്തു എന്നുണ്ട്. ഒരുപാട് മെസ്സേജുകൾ അല്ലു അർജുൻ ഫാൻസിന്റെ എല്ലാ അസോസിയേഷൻ കേരളത്തിൽ ഇനി ഏത് മുക്കും മൂലയുണ്ടോ അവിടെ നിന്നൊക്കെ പേഴ്സണലി മെസ്സേജ് ചേട്ടാ ഞങ്ങളോട് പറ, ഞങ്ങളോട് മാത്രം പറ. എങ്ങനെയുണ്ടായിരുന്നു? ഞാനും ഓൺലൈൻ മീഡിയ എല്ലാവരും പറയില്ലെന്ന് അറിയാം, എന്നാലും എന്നോട് മാത്രം ഒന്ന് പറ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ പരിപാടിയെ? എന്നോട് മാത്രം പറ. നമ്മളതിങ്ങനെ ഒരിക്കലും പറയരുതല്ലോ. അത് നമ്മുടെ ഒരു ഇതാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയാൻ പാടില്ല, നമ്മുടെ ഒരു പോളിസി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ജിസ് പഠിച്ചതപ്പോ എന്തായിരുന്നു? സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എന്താ പഠിച്ചത്? ഞാന് ബികോം കഴിഞ്ഞ് എംകോമിന് ജോയിൻ ചെയ്തപ്പോ തന്നെ 19ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി. പിന്നെ കോളേജിൽ പോയി ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പോയി അങ്ങനെയല്ല? അല്ല. ഒരു സീരിയൽ വന്നപ്പോ ജയസൂര്യയെ ഡബിങ്ങിന് വിളിച്ചു. ജയസൂര്യ അന്ന് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ. ജയസൂര്യ ഡബിങ്ങിന് വിളിച്ചപ്പോൾ ജയസൂര്യ പറഞ്ഞു ഞാൻ പയ്യെ ഡബിങ് നിർത്തുകയാണ്, അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, എന്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടുന്നു. അപ്പൊ നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ് കയറി ചെല്ലുമ്പോ ഇങ്ങനെ ഓക്കെ ഇയാൾക്ക് ഡബ് ചെയ്യൂ, ഓക്കെ ചെയ്തു, കുഴപ്പമില്ലല്ലോ, അപ്പോൾ നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തേക്കും, നാളെ വിളിക്കും. അപ്പൊ നമ്മൾ വിളിച്ചത് തന്നെ രാവിലെ 8 മണിക്ക് കറക്റ്റ് കോള്. 8:45 സ്റ്റുഡിയോയിൽ വരണം, ഡബിങ് ഉണ്ട്. ചെല്ലുമ്പോ നമ്മൾ യന്ത്ര മീഡിയ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്, ശ്യാം സുന്ദർ സാറിന്റെ. 4 സീരിയലാണ് ഡെയിലി പോകുന്നത്. അവരുടെ മാത്രം സ്ത്രീ അറിയാലോ, സൂപ്പർ ഹിറ്റ്. സ്ത്രീ, സ്വരരാഗം, ശ്രീരാമൻ, ശ്രീദേവി, ദുർഗ, 4 സീരിയലുകൾ. ഉച്ചയ്ക്ക് 2:30 തുടങ്ങും. 2:30 മുതൽ അങ്ങ് സീരിയൽസ് ആണ്. അപ്പൊ അതൊരു വലിയ ബംഗ്ലാവാണ്. ഇന്നത്തെ എറണായി മെഡിസിറ്റി ഇരിക്കുന്ന സ്ഥലം വലിയൊരു ബംഗ്ലാവാണ്. ആ ബംഗ്ലാവ് മൊത്തത്തിൽ ഇവർ എടുത്തിരിക്കുകയാണ്. അതിലെ ബെഡ്റൂംസ് എല്ലാം ഡബിംഗ് സ്റ്റുഡിയോസ് ആണ്, ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അന്ന് കമ്പ്യൂട്ടറിലല്ല ഡബ് ചെയ്യുന്നത്, ബീറ്റ സിസ്റ്റം ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ഹാളുണ്ട്. ആ ഹാളിൽ നമുക്ക് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം എല്ലാം അതിനകത്താണ്. രാവിലെ അതിനകത്ത് കയറിയാൽ എല്ലാ സീരിയലും പിറ്റേ ദിവസത്തെ എപ്പിസോഡ് ഔട്ട് പോയതിനു ശേഷമാണ് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. അല്ലുവിന്റെ കൂടെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ 2007 നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ, അറിഞ്ഞോ അറിയാതെ ഒരു മാജിക് നിങ്ങളുടെ ഇടയിലുണ്ട്. എന്തെങ്കിലും ഇന്നിപ്പോ ജിസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടെയാണ്. ജിസിന്റെ ഡയറക്ഷനിൽ അല്ലുവിന്റെ ഒരു സിനിമ, ഐ മീൻ അല്ലു ഹീറോ, അതൊക്കെ ഉണ്ടാവോ ജിസ്? അറിയില്ല, മനസ്സിലുണ്ടാവോ അങ്ങനെ ഒരു പ്ലാൻ? സത്യമായിട്ട് മനസ്സിൽ അങ്ങനെ പ്ലാൻ ഇല്ല. അത് സത്യമായിട്ട് ഇല്ല. കാരണം ഞാനിവിടെ ഈ മലയാളത്തിന്റെ കംഫോർട്ട്നെസ്സിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒന്നത്തെ കാര്യം അങ്ങനത്തെ ഒരു സംഗതികൾ ഒരിക്കലും നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ പെരിഫറലായി നിൽക്കുന്ന അങ്ങനത്തെ ഡാൻസ്, അങ്ങനത്തെ ഫൈറ്റ്, അങ്ങനെ ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാർ നീ ആഗ്രഹിച്ചപ്പോ നടക്കും. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമുക്കായിട്ട് അങ്ങോട്ട് പറയാം, എളുപ്പമല്ല. കാരണം ആ ഒരു മാർക്കറ്റിലേക്ക് സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖ് സാറായിട്ട് നല്ല കമ്പനിയായിരുന്നു. അപ്പം
ബോഡി ഗാർഡ് കഴിഞ്ഞിട്ട് പുള്ളി ഒറ്റപ്പടം അവിടെ പോയി ചെയ്തിട്ടില്ലല്ലോ. പുള്ളി പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞു. ചെയ്യില്ല, കാരണം നമുക്ക് പറ്റില്ല. ആ സോഫ്റ്റായ ആൾക്കാർക്ക് പറ്റിയ മേഖലയല്ല അത്. അതായത് നമ്മൾ ഇപ്പൊ നമുക്കൊരു സിനിമ ചെയ്യണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. അവിടെ അത് പറ്റില്ല. നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ നീ ചെയ്യണം. അങ്ങനത്തെ കോൾസ് ആണ് വരുന്നത്. ജിസ് കുറേം കൂടെ കംഫർട്ട് സോൺ, ഈ പറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി, നല്ലൊരു ഫീൽ ഗുഡ്. എനിക്ക് നമ്മൾ നിൽക്കുന്ന നാട്ടില് കുറച്ച് സോൾഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്യണം. എന്താണെന്നറിയോ രമ്യ അങ്ങനെ പറയുന്നത്, പണ്ടത്തെ അവസ്ഥയല്ലേ ഇപ്പൊ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ, ഇപ്പൊ നമ്മൾ തലവൻ എന്നൊരു പടം പറയാം, എക്സാമ്പിൾ പറയാം. ഇപ്പൊ തലവൻ ഇറങ്ങി, നമുക്ക് ഏതെല്ലാം സ്ഥലത്തു നിന്ന് കോൾ വരും, മെസ്സേജ് വരുന്നത്. UK എന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ GCC എന്ന് വരുന്നുണ്ട്. ബോളിവുഡിലെ സംവിധായകര്, ബോളിവുഡിലെ നടന്മാര്, ഇപ്പൊ KGF-ന്റെ പ്രശാന്ത് നീല് മെസ്സേജ് അയച്ച ഒരാളാണ്. അപ്പൊ ഈ OTT ഉള്ളത് കൊണ്ട് ഇത് പല ആളുകളിലേക്കും ഇതെത്തും. നമ്മൾക്ക് ഇതിന്റെ ഒരു റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ പടം ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ സുഡാനി പോലത്തെ പടത്തിന്റെ ഒക്കെ ഫാൻസ് ആണ് പുറത്തുള്ളവർ. അതുകൊണ്ടാണ് അവർ പുറത്തുള്ളവർ നമ്മുടെ മലയാള സിനിമയെ കുറിച്ച് ഇത്രയേറെ സംസാരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ലിജോന്റെ പടങ്ങളെ കുറിച്ചും, ഇപ്പൊ മലൈക്കോട്ടെ വാലിബിന് ഇറങ്ങുമ്പോൾ ഞാൻ ബോംബെയിലാണ്, ഞാനും എന്റെ പ്രൊഡ്യൂസറും. ഞങ്ങൾ ബോംബെയിൽ നമുക്ക് റിലാക്സ് ആയിട്ട് പോയിട്ട് പടം കാണാടാന്ന് അവിടെ ചെല്ലുമ്പോൾ തലക്കിടിയാണ്. അവിടെ അകത്തോട്ട് കയറാൻ പറ്റില്ല ബോംബെയിലെ തിയേറ്ററിൽ. അപ്പൊ നമ്മൾ വെച്ച് മലയാളികളുണ്ട് കുറച്ച് പേര്, ഫുൾ ആൾക്കാർ ഹിന്ദിക്കാരാ കാണാൻ വേണ്ടി വന്നത്. ഫസ്റ്റ് ഷോയുടെ കാര്യം ഞാൻ പറഞ്ഞത് മലാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതാണ് അന്ത ലെവലിലുള്ള മാർക്കറ്റിങ്ങും അന്ത ലെവലിലുള്ള ഈ OTT നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ മലയാളം ഇൻഡസ്ട്രി, എല്ലാത്തരം ഇൻഡസ്ട്രിയും നല്ല സിനിമ ചെയ്ത ആൾക്കാരിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഭാഷ ഏതുമായിക്കോട്ടെ, നല്ല വിഷയമല്ല, ഭാഷ വിഷയമേ അല്ല. ഭാഷ വിഷയമില്ല. ഇപ്പൊ മെയ് അഴകൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. മെയ് അഴകൻ തിയേറ്ററിൽ വർക്കായില്ല പടം. എന്ത് വർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ അത് എന്തൊരു വ്യൂവർഷിപ്പ് ആ പടത്തിന്. എല്ലാരും അത് സബ്ടൈറ്റിൽസും ഒക്കെ വരുന്നോണ്ട് എല്ലാരും അത് ഒരേപോലെ സ്വന്തം പടം കാണുന്ന പോലെ നമുക്ക് കാണാം. അത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയെ വിശ്വസിക്കുക. നമ്മൾ ഇൻഡസ്ട്രിയിൽ നല്ല സോൾഫുൾ ആയിട്ടുള്ള സിനിമകൾ, കണ്ടന്റ്, സോൾഫുളിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഫുൾ, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള. അതെ, ജിസിന്റെ എല്ലാ മൂവി നോക്കിയാൽ ശരിക്കും അങ്ങനെ ഈ പറയുന്ന കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയാൻ കറക്റ്റ് ആയിട്ടും അത് ശരിക്കും ഫീൽ ഗുഡ് ആയിട്ടുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ഫഹദിന്റെ കൂടെ, ഐ മീൻ ജിസും ഫഹദും കൂടെ ഒരു കോമ്പിനേഷൻ അതൊക്കെ സംഭവിക്കട്ടെ. അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് സുഹൃത്തെങ്കിലും ആണല്ലോ അതൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സംഭവിക്കണം അല്ലേ? ഇവര് ചോദിക്കണം ഇവർക്കൊക്കെ ജിസ് ഇങ്ങനെ ചെയ്തെന്ന് പറയുമെന്ന്. താഴത്തില്ലെന്ന് പറഞ്ഞത്. അതെ അതെ അതെ. പുഷ്പ 1 ഈ തഗ്ഗതലെ തന്നെ വെക്കാനായിട്ട് ഞാൻ കുറെ ശ്രമിച്ചതായിരുന്നു. അതായത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, തഗ്ഗതലെ എന്ന് പറഞ്ഞ സാധനം. പക്ഷെ അത് അവർക്ക് നിർബന്ധം മലയാളത്തിൽ തന്നെ വേണം എന്നുള്ളത്. ഇതിലും അങ്ങനെ കുറെ ഏരിയകളിൽ താഴത്തില്ലെന്നാണ്. പക്ഷെ ഇന്റർവെല്ലിനോടനുബന്ധിച്ചുള്ള ഒരു സീൻ എത്തിയപ്പോൾ ഞാൻ അവരോട് നിർബന്ധിച്ചു പറഞ്ഞു, ഇവിടെ നമുക്ക് താഴത്തില്ല വേണ്ട, തഗ്ഗതലെ മതി. മലയാളികൾക്കെല്ലാം ഇപ്പൊ തഗ്ഗതലെ എന്താണെന്ന് അറിയാം. അർത്ഥം അറിയില്ലെങ്കിലും അത് ഈ അലുവിനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ കുറെ പറഞ്ഞു. ഈ മലയാളി ഡിസ്ട്രിബ്യൂട്ടേഴ്സും മലയാളി പ്രൊഡക്ഷൻ ടീമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. അവര് ഓക്കെ പറഞ്ഞു. പക്ഷെ സുകുമാർ സാറിന്റെ അസിസ്റ്റന്റ് ഒരാളെ വിട്ടിട്ടുണ്ടല്ലോ, അയാൾ ഇവിടെ ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. അയാൾ പറഞ്ഞു നിങ്ങൾ എന്ത് വേണേ പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു, തഗ്ഗതലേ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും, ഞാൻ താഴത്തില്ലെന്ന് പറയാം, എന്നിട്ട് തഗ്ഗതലേ കൂടെ എടുത്തു വെച്ചേക്കാം. ഫൈനൽ മിക്സിംഗ് സമയത്ത് റസൂൽ പൂക്കുട്ടിയോടൊക്കെ ചോദിക്കുക ഏതാണ് അവിടെ വർക്കൗട്ട് ആണെന്ന് വെച്ചാൽ അത് വെച്ചോളാൻ പറഞ്ഞു. ഇവിടെ ആര് ചോദിക്കാൻ, 6 ഭാഷ അവിടെ മിക്സിങ്, മറ്റേ പിന്നെ അപ്പം ചൂടുന്ന പോലെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോ ഇറങ്ങാൻ പറ്റും അറിയാത്തോണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുഷ്പ തന്നെ ഫസ്റ്റ് ഇറങ്ങിയപ്പോ ആദ്യത്തെ ഷോ എല്ലാം തമിഴാ വന്നത്. ഏതൊക്കെ ടൈപ്പ് എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ല. അത് നമ്മുടെ മലയാളികൾക്ക് വേണ്ടി തന്നെയാണ് അല്ലു അതിനകത്ത് നമ്മുടെ പാട്ട് പാട്ടുണ്ടല്ലോ, ആദ്യത്തെ 4 വരി മലയാളത്തിലാണല്ലോ. അത് മലയാളികളോട് ശരിക്കും അല്ലുവിനെ അന്ന് ഇവിടെ വന്നപ്പോഴും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ ദത്തുപുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മലയാളം പഠിച്ചിട്ട് മലയാളത്തിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ടും വന്നിരിക്കുന്നതും അതിനെ കുറിച്ച് വല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അറിയോ? എനിക്ക് തോന്നുന്നു അതിനകത്ത് അല്ലു പറഞ്ഞതിനൊപ്പം തന്നെ ഈ
അവർക്ക് ഒരു കാര്യം അറിയാം, അവർക്ക് തെലുങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലാണ്, കളക്ഷൻ ഉള്ളതും കേരളത്തിലാണ്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അത് അവരത് ഉറപ്പായിട്ടും ഒരു 4 വരി എവിടെയെങ്കിലും ഉൾപ്പെടുത്തും. അത് പല്ലവി തന്നെ ഉൾപ്പെടുത്തിയത് എനിക്ക് വളരെ സന്തോഷമായി. അത് നല്ല രസമുണ്ട് ആ പാട്ട് പോലെ തന്നെ ഡാൻസ് കണ്ടായിരുന്നു. കുറച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇല്ല, മിനിഞ്ഞാന്ന് അതിന്റെ ബാക്കിയും കൂടെ ഈ സെയിം പാട്ടിന്റെ മിനിഞ്ഞാന്ന് വൈകുന്നേരം റിലീസായല്ലോ. ഫുള്ള് വന്നിട്ടില്ല. ഇല്ല ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ അത് ഞാൻ കേട്ടതേ ഉള്ളൂ. അതിൽ ഡാൻസ് ഉണ്ട്. ലിറിക്കൽ വീഡിയോയിൽ ഒരു 20 സെക്കൻഡ് ഡാൻസ് വെച്ചിട്ടുണ്ട്. എന്ത് എനർജിയാ ചെയ്തിരിക്കുന്നത് രണ്ടുപേരും കൂടെ.